ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവിനെ കുറിച്ച് പറയുവാൻ സ്വർഗസ്ഥനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഇടയാക്കിയതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിന്റെ വലിയ സ്നേഹത്താൽ കർത്താവ് നമ്മെ വഴി നടത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ജീവിതത്തിന്റെ വലിയ ഭാരങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിലൂടെ നാം കടന്നു പോയപ്പോഴൊക്കെയും അവന്റെ വലിയ കൃപയാൽ ജീവിപ്പാനായിട്ട് സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് 2 രാജാക്കന്മാർ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്ന നയമാൻ എന്ന മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. കർത്താവിലേക്ക് സമർപ്പിക്കുന്ന ദൈവജനമേ, അരാം രാജാവിന്റെ സേനാപതിയായിരുന്നു നയമാൻ. വലിയ പരാക്രമശാലിയും മാന്യനുമായിരുന്നു നയമാൻ. എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ദേശത്തു നിന്ന് കവർച്ചപ്പടയായി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നുകയും യെരുശലേമിൽ ഒരു പ്രവാചകൻ കുഷ്ഠരോഗം മാറ്റിത്തരുമെന്ന് നയമാനോട് ഈ പെൺകുട്ടി അറിയിക്കുകയും ചെയ്തു. അത് മുഖാന്തരമായി അരാം രാജാവിന്റെ നിർദ്ദേശാനുസരണം ഇറങ്ങി പുറപ്പെടുന്ന നയമാനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2-3 ചിന്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബുദ്ധിയുടെ പ്രമാണത്തിൽ വിടുതലിന് ശ്രമിച്ച നയമാനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സമീപനത്തിൽ ചില പാകപ്പിഴകൾ ഉണ്ടാകുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രവാചകനെ സമീപിക്കുവാൻ അരാം രാജാവിന്റെ ശുപാർശ കത്ത് വാങ്ങുകയാണ് നയമാൻ. ഇസ്രായേലിൻ ഒരു ശമര്യയിൽ ഒരു ദൈവത്തിന്റെ പ്രവാചകനുണ്ട് എന്ന് ഈ പെൺകുട്ടി പറയുമ്പോഴും ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് വിടുതലിന് ശ്രമിച്ചതായ നയമാൻ, ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ ശ്രമിച്ച നയമാൻ, അവൻ ഒന്നാമതായി ചെയ്യുന്നത് പ്രവാചകനെ സമീപിക്കുവാൻ അരാം രാജാവിന്റെ അടുക്കൽ നിന്ന് ശുപാർശ കത്ത് വാങ്ങുകയാണ്. എന്നാൽ രണ്ടാമത് വീണ്ടും നാം കാണുന്നു, ഇസ്രായേൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ കൂടി കാര്യം സാധിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നയമാൻ. മൂന്നാമതായി കാണുന്നത് ചില കൈക്കൂലിയും സമ്മാനങ്ങളും നൽകി കാര്യം സാധിക്കുവാനായിട്ട് ഒരുങ്ങുന്ന നയമാനെയാണ്. ജീവിതത്തിൽ ദൈവഹിതത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് ജീവിപ്പാൻ ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിലും ദൈവകൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിയുടേതായ പ്രമാണത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആയിത്തീർന്നിട്ടുണ്ടോ എന്ന് നയമാന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്നത് നല്ലതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ പലപ്പോഴും ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവ തേജസ്സിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് വചനം വ്യക്തമായിട്ട് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളുടെ വിശകലനം ചെയ്യുവാനും അതിൻ്റെ പിറകെ പ്രയാണം ചെയ്യുവാനുമുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഉടലെടുക്കാറില്ലേ എന്ന് ശാന്തമായി പരിശോധിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥമായി സ്നേഹിക്കുന്ന, കരുതുന്ന, ശക്തീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവ തേജസ്സിനെ കുറിച്ച് വ്യക്തമായി നമുക്കറിയാമെങ്കിലും നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവകൃപയെ കുറിച്ച് രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവനെന്ന് 34-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നത് പോലെ പലപ്പോഴും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഈ ദൈവം നല്ലവനാണ്, ഈ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ഈ ദൈവം ശക്തീകരിക്കുന്നവനാ, ഈ ദൈവം മാറോട് ചേർക്കുന്നവനാ, ഈ ദൈവം ജീവിതത്തിന്റെ ഭാരങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിലൊക്കെയും ആശ്വാസം നൽകുന്നവനാണ് എന്ന് ചിന്തിക്കുമ്പോഴും യഥാർത്ഥമായി ദൈവപക്ഷത്തേക്ക് കടന്നു വരുവാൻ ബുദ്ധിയുടെ ചില പ്രമാണങ്ങൾ
ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നീയുമായി തീർന്നിട്ടുണ്ടോ എന്ന് ശാന്തമായി പരിശോധിച്ച് ക്രമീകരിക്കുന്നത് നല്ലതാണ്. നയമാന്റെ ജീവിതത്തിൽ ദൈവകൃപ പ്രാപിക്കണമെന്ന് യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരപ്പെട്ട പെൺകുട്ടി നയമാനെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്നാൽ പ്രവാചകന്റെ പുറകെ പോകേണ്ടതിനെ സംബന്ധിച്ചുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ബുദ്ധിയുടെ വിവിധ മാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ദർശിപ്പാൻ സാധിക്കും. പലപ്പോഴും ഇന്ന് ആധുനിക കാലഘട്ടത്തിലും ജീവിതത്തിൽ കൂടെ ഇരുന്ന് സഹായിച്ച് ശക്തീകരിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ദൈവ തേജസ്സിനെ രുചിച്ചറിയുവാൻ സാധിക്കാത്ത ദൈവജനം ഈ ബുദ്ധിയുടെ പ്രമാണത്തിന്റെ പുറകെ പ്രയാണം ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. ഭാരമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കരുതുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, വഴി നടത്തുന്ന ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് ഈ ദൈവം നല്ലവനും, ഈ ദൈവം വിശ്വസ്തനും, ഈ ദൈവം അനുഗ്രഹിക്കുന്നവനും, ഈ ദൈവം വാക്കുമാറാത്തവനും, ഇവൻ ഇമ്മാനുവേലുമാണെന്നുള്ള ചിന്തയോടെ ആ ദൈവകരങ്ങളിലേക്ക് ഭാരങ്ങളെയും വേദനകളെയും സമർപ്പിക്കുവാതെ ബുദ്ധിയുടെ പ്രമാണങ്ങളുടെ പുറകെ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നീയുമായി തീർന്നിട്ടുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കുന്നതാണ്. വീണ്ടും നയമാന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന രണ്ടാമത്തെ ചിന്ത, അസ്ഥാനത്ത് ചെന്ന് പൊട്ടിത്തിരിഞ്ഞ് നയമാനെ നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കും. ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ചെല്ലേണ്ട നയമാൻ ചെന്നത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കലാണ്. രാജാവിനോട് പറഞ്ഞു, ഇവിടെ കുഷ്ഠരോഗം മാറ്റുന്ന ഒരാളുണ്ട്, അവനെ കൊണ്ട് എന്റെ കുഷ്ഠരോഗം മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ രാജാവ് വളരെ വേദനയോടെ വസ്ത്രം കീറി, ഞാൻ എന്താ ദൈവമാണോ? ഞാനാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി അരാൻ രാജാവ് ഇസ്രായേൽക്കാരുമായി യുദ്ധത്തിന് ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞ് വേദനപ്പെടുന്ന ഇസ്രായേലിലെ രാജാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തിൽ അസ്ഥാനത്ത് ചെന്ന്, യഥാർത്ഥമായി സ്ഥാനത്ത് ചെന്നു ചേരാതെ അസ്ഥാനത്ത് ചെന്ന് മുട്ടിത്തിരിഞ്ഞ നയവാനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ എന്നാൽ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ പ്രവാചകൻ നയമാനെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. രഹസ്യങ്ങൾ മനസ്സിലാക്കിയതായ നയമാനെ എലീശ പ്രവാചകൻ തന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. അതുപോലെയാണ് ദൈവത്തിന്റെ വിളി എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ അവൻ അറിയാം, നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ അവൻ അറിയാം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അറിയാം. നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെയും ഭാരങ്ങളെയും അറിയുന്നവൻ ജീവിതത്തിൽ ഭാരത്തിന്റെയും വേദനയുടെ മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എന്നാൽ വീണ്ടും നയമാന്റെ ജീവിതത്തിൽ നാം കാണുന്ന രണ്ടാമത്തെ ചിന്ത, ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ ക്രൂദ്ധിക്കുന്ന നയമാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുകയാണ്. അവന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയാണ് നയമാന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. എലീശ പ്രവാചകൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്റെ മേൽ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് നയമാനോട് പറഞ്ഞു. എന്നാൽ എലീശ പ്രവാചകൻ മറ്റൊന്നും പറഞ്ഞില്ല. യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുവാനാണ് നയമാനോട് പറഞ്ഞത്. എന്നാൽ നയമാന് ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് നയമാൻ വളരെ വേദനയോടെ പറയുന്നത്, ദൈവസന്നിധിയിൽ ദൈവിക ബന്ധത്തിലായിരിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവൻ പറഞ്ഞത്, അവൻ പുറത്തു വന്ന് അടുത്തു വന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥാനത്തിന് മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാൽ അവൻ എന്നെ കാണുവാൻ പോലും ഇടയാകാതെ വണ്ണം യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുവാനായിട്ട് ഓർമ്മപ്പെടുത്തിയപ്പോ നയമാൻ എലീശ പ്രവാചകരെതിരെ കോപിക്കുവാനായിട്ട് ക്രമീകരിക്കുകയാണ്. നയമാന്റെ ജീവിതത്തിൽ
രണ്ടാമത്തെ പ്രശ്നം, അസ്ഥാനത്ത് ചെന്ന് മുട്ടിത്തിരിഞ്ഞ നയമാനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവകൽപ്പന അനുസരിച്ച്, ദൈവിക ക്രമീകരണം അനുസരിച്ച് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമേ, ഇതുപോലെ ദൈവ പ്രമാണങ്ങളെ വിട്ടിട്ട് നമ്മുടെ ഹിതത്തിനും താല്പര്യത്തിനും അസ്ഥാനത്ത് ചെന്ന് മുട്ടി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായിട്ടുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കുന്നതാണ്. ഇതേ ചിന്തയാണ് നാം യോനയിൽ കാണുന്നത്. നിനിവേയിൽ പോയി ദൈവജനത്തോട് സുവിശേഷം പറയാനായിട്ട് യോനയെ ദൈവം ചുമതലപ്പെടുത്തിയെങ്കിൽ യോന എന്ത് ചെയ്തു? അവൻ തർസോസിലേക്ക് കപ്പൽ കയറുകയാണ്. തർസോസിലേക്ക് കപ്പൽ കയറിയതായ യോനയുടെ ജീവിതത്തിൽ അത് പ്രതിസന്ധികളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. കാറ്റും കോളും ഉണ്ടായി. കപ്പലിലുണ്ടായിരുന്ന സകല സാധനങ്ങളും എടുത്ത് താഴെയിട്ടു. കാറ്റും കോളും ശമിച്ചില്ല. അവസാനം ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് മയങ്ങിയിരുന്ന യോനയെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. യോനയെടുത്ത് വെള്ളത്തിലിട്ടു. കാറ്റും കോളും ശാന്തമായി. യോനയെ തിമിംഗലം വിഴുങ്ങി. നിനുവയുടെ കരയിൽ മൂന്നാമത്തെ ദിവസം ഛർദിച്ചു. നിനുവയിൽ പോയി സുവിശേഷം പറഞ്ഞു. അസ്ഥാനത്ത് ദൈവം ഏൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാതെ അസ്ഥാനത്ത് മുട്ടിത്തിരിഞ്ഞ യോനയെ പോലെ അരാൻ രാജാവ് യെരൂശലേം രാജാവിന്റെ പുറകെ പ്രയാണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നാം കാണുന്നത്. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുമ്പോൾ രഹസ്യങ്ങൾ മനസ്സിലാക്കി പ്രവാചകൻ നയമാനെ ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ പറയുന്നത്, അനുസരിക്കുകയല്ലാതെ സൗഖ്യത്തിന് മറ്റൊരു മാർഗവുമില്ല. രക്ഷാസൈന്യ സ്ഥാപകന്റെ സഹോദരിയായിരുന്ന മിരിയം ബൂത്ത് വളരെ സൗന്ദര്യവതിയും സംസ്കാര സമ്പന്നയുമായിരുന്നു. രക്ഷാസൈന്യത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം മിരിയം ബൂത്ത് ചേർന്ന് നിൽക്കുകയും എല്ലാവിധമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് അവൾ രോഗിയായിട്ട് തീർന്നു. അത് കണ്ടപ്പോൾ അവളുടെ സ്നേഹിത വന്ന് പറഞ്ഞു, ഇത് വലിയ കഷ്ടമായി പോയി എന്ന്. എന്നാൽ മിരിയം ബൂത്ത് തിരിച്ചു പറയുന്നൊരു വാക്യം വളരെ പ്രസക്തമാണ്. ദൈവത്തിന്റെ വേല ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യമാണ് കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നത്. മിരിയം ബൂത്ത് ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ദൈവജനത്തോട് പറഞ്ഞത്, ദൈവത്തിന്റെ വേല ചെയ്യുക, രക്ഷാസൈന്യത്തിന്റെ പ്രവർത്തകയായി നിന്ന് ദൈവത്തിന്റെ വേല ചെയ്യുക എന്നുള്ള വലിയ കാര്യമാണ്. എന്നാൽ അതിലുപരിയായി താൻ രോഗിയായി തീർന്നപ്പോൾ ജീവിതത്തിന്റെ ഭാരങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ അവൾ പ്രതികരിച്ചത്, ദൈവഹിതം എന്തോ അത് നിറവേറ്റപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ അസ്ഥാനത്ത് മുട്ടിത്തിരിയുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായിട്ടുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കുന്നല്ലതാ. എനിക്ക് മാത്രം എന്താ ഇത്ര ഭാരം? എനിക്ക് മാത്രം എന്താ ഇത്ര പ്രതിസന്ധി? എനിക്ക് മാത്രം എന്താ ഇത്ര ദുഃഖം? മറ്റുള്ളവരെ പോലെ ഒന്നും അല്ലല്ലോ ഞാൻ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, ദൈവിക ബന്ധത്തിലായിരിക്കുന്നു, സാധുക്കളെ സംരക്ഷിക്കുന്നു. എന്റെ ജീവിതത്തിൽ കർത്താവുമനെ കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ മറ്റു എല്ലാത്തിനും സ്ഥാനമുള്ളൂ. അങ്ങനെ ജീവിച്ച് പ്രാർത്ഥിച്ച് ദൈവിക ബന്ധത്തിലായിരിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇത്ര ഭാരമെന്ന് ചിന്തിക്കുന്ന ആധുനിക ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ അസ്ഥാനത്ത് മുട്ടിത്തിരിയുന്നവരുടെ കൂട്ടത്തിൽ നയമാനായതുപോലെ ഞാനും നിങ്ങളും ആയിത്തീരാനിടയാകരുത്. കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ദൈവഹിതം എന്തോ അത് നിറവേറ്റപ്പെടുവാൻ നമ്മെ സമർപ്പിക്കുവാൻ സാധിക്കണം. അതാ രക്ഷാസൈന്യങ്ങളുടെ സ്ഥാപകന്റെ സഹോദരിയായ മിരിയം ബൂത്ത് വളരെ വ്യക്തമായി പറയുന്നത്. അവൾ രോഗിയായി തീർന്നപ്പോൾ ദൈവം തന്നെ രോഗിയാക്കിയല്ലോ എന്ന് അവൾ പിറുപിറുക്കിയല്ല ചെയ്തത്. ദൈവത്തിന്റെ വേലയേക്കാൾ വളരെ പ്രസക്തമാണ് ദൈവഹിതത്തിന് എന്നെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് എന്ന് മിരിയം ബൂത്ത് ജീവിത അനുഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ വേല ശുഷ്കാന്തിയോടെ ചെയ്യണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. ദൈവത്തിന്റെ വേല ശുഷ്കാന്തിയോട് നാം ചെയ്യുന്നവരായിരിക്കണം. അതിലെല്ലാം ഉപരിയായി ദൈവഹിതം എന്തോ അത് നിറവേറ്റപ്പെടുവാനായിട്ട് ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. അതാണല്ലോ ഇപ്പൊ കർത്താവിന്റെ അമ്മ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവഗീതത്തിന് സമർപ്പിക്കുമ്പോഴാണ് ദൈവിക ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും നയമാന്റെ ജീവിതം പഠിക്കുമ്പോൾ മറ്റൊരു ചിന്തയുള്ളത്, മറുതലിച്ച് പിന്മാറാൻ ശ്രമിക്കുകയാണ് നയമാൻ.
എലീശ പ്രവാചകൻ അവനോട് പറഞ്ഞത് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങാനാണ്. എന്നാൽ നയമാന്റെ അഹങ്കാരം അത് ചെയ്യുവാൻ അവന് അനുവദിച്ചില്ല. എന്നാൽ ഈ നിസ്സാരമായി തന്റെ നാട്ടിൽ അനേക നദികൾ ഉണ്ടായിരിക്കെ നയമാനോട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങണമെന്ന് എലീശ പ്രവാചകൻ പറഞ്ഞപ്പോ അത് അംഗീകരിക്കാൻ നയമാൻ തയ്യാറായില്ല. എന്നാൽ പരിചാരകരുടെ നിർബന്ധ ബുദ്ധി മൂലമാണ് അത് ചെയ്യുവാനായിട്ട് ഇടയാകത്. ഇവിടെ ദൈവാത്മാവ് ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വ്യവസ്ഥ കൂടാതെ അനുസരിക്കുവാൻ അവൻ തയ്യാറായപ്പോഴാണ് നയമാൻ സൗഖ്യം പ്രാപിച്ചത്. കുഷ്ഠരോഗിയായിരുന്ന നയമാനോട് എലീശ പ്രവാചകൻ പറഞ്ഞു 7 പ്രാവശ്യം യോർദാൻ നദിയിൽ മുങ്ങുവാനായിട്ട് പറഞ്ഞു. എന്നാൽ അവന്റെ അഹങ്കാരം അതിനെ സമ്മതിക്കാതെ അവൻ ക്രോധിച്ചെങ്കിലും അവൻ കോപിച്ചെങ്കിലും പരിചാരകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി 7 പ്രാവശ്യം യോർദാൻ നദിയിൽ അവൻ മുങ്ങിപ്പൊങ്ങിയപ്പോൾ അവന്റെ ശരീരം ഒരു ശിശുവിന്റെ ശരീരത്തിന് തുല്യമായി മാർദ്ദവമുള്ളതായിട്ട് മാറി. ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ദൈവഗീതത്തിന് സമർപ്പിക്കുന്ന ദൈവജനം വ്യവസ്ഥ കൂടാതെ അനുസരിക്കുവാൻ തയ്യാറായിരിക്കണം. പ്രകാരം ധൂപം വീശുവാനായിട്ട് സഖരിയ പുരോഹിതൻ ധൂപകലശവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിന് വേദനയുണ്ട്, കുട്ടികളില്ലാത്തതിന്റെ ഭാരം. അതിന്റെ മധ്യത്തിൽ ധൂപം വീശുമ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സഖരിയാവിനോട് പറഞ്ഞു, സഖരിയാവേ, നിനക്കൊരു കുട്ടി ഉണ്ടാകും. സഖരിയാവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇത് എന്തോന്ന് ഞാൻ അറിയും? സഖരിയാവിനോട് മാലാഖ പറഞ്ഞു, കുട്ടി ഉണ്ടാകുന്നവരെയും നീ ഊമനായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവവിളിയോട് വ്യവസ്ഥ കൂടാതെ പ്രതികരിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് നയമാന്റെ ജീവിതത്തിൽ സൗഖ്യമുണ്ടായത് നാം മറന്നു പോകരുത്. ദൈവവിളിയോട് വ്യവസ്ഥ കൂടാതെ പ്രതികരിപ്പാനായിട്ട് അനുസരിക്കാനായിട്ട് അവൻ തയ്യാറായപ്പോൾ അവൻ സൗഖ്യമായി. അവന്റെ സകല പോരായ്മകളും പൊതുജനത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ അവൻ തയ്യാറായി. അവന്റെ കുഷ്ഠരോഗം മാറി. ഇംഗ്ലണ്ടിലെ കോൺവാളിന്റെ തീരത്ത് കപ്പൽ തകരുന്നതിന് ഇടയാക്കുന്ന കൊടുങ്കാറ്റുകളും തിരമാലകളും ഉണ്ടാവുക പതിവായിരുന്നു. ഒരു ദിവസം അർദ്ധരാത്രി വലിയ കൊടുങ്കാറ്റുണ്ടായി. ഒരു കപ്പൽ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു. വലിയ നിലവിളിയായി. അപ്പോഴേക്ക് രക്ഷാബോട്ടുകൾ പ്രവർത്തന സജ്ജമായി. രക്ഷാബോട്ടുകൾ അങ്ങോട്ട് കപ്പലിന്റെ അടുത്തേക്ക് ചെന്നു. കപ്പലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. കപ്പലിന്റെ കപ്പിത്താൻ മദ്യപിച്ച് ലക്കുകെട്ട് നിന്ന് ഒരു തോക്കെടുത്ത് പിടിച്ച് രക്ഷാബോട്ടിൽ കയറുന്നവരൊക്കെയും കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. തിരമാലകളിലെ ആധിക്യം കൊണ്ട് ഈ കപ്പൽ ഇങ്ങനെ തകർന്ന് താഴെ ആകാറായപ്പോൾ രക്ഷാബോട്ടിന്റെ ക്യാപ്റ്റൻ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കയറാനുള്ളവരൊക്കെ കയറാനായിട്ട് പറഞ്ഞു. ദൈവജനമേ, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന മദ്യപിച്ച കപ്പിത്താനോട് കൂടെയുണ്ടായിരുന്ന 6 ജോലിക്കാർക്കും കപ്പിത്താനും രക്ഷാബോട്ടിൽ കയറി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ ദൈവവിളിയോട് വ്യവസ്ഥ കൂടാതെ പ്രതികരിപ്പാൻ നമുക്ക് ഇടയാകണം. ഇന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ നയമാന്റെ ജീവിതത്തിൽ അവൻ വ്യവസ്ഥ കൂടാതെ ദൈവത്തെ അനുസരിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിച്ച നയമാനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ കുഷ്ഠരോഗ രഹസ്യമായി വെച്ചിരുന്ന മുടി പൊതിഞ്ഞിരുന്ന പുറംകുപ്പായത്തിന്റെ ആശ്രയം അവൻ വിട്ടു. ബുദ്ധിയുടെ പ്രമാണം വിട്ട് പൂർണ്ണമായി അനുസരിച്ചു. പണത്തിലും ദാനധർമ്മത്തിലും ശുപാർശയിലുമെല്ലാം ആശ്രയിച്ചവൻ സൗജന്യമായി വിടുതലിന്റെ സന്തോഷം അനുഭവിച്ചു. തനിക്ക് പ്രാർത്ഥിപ്പാനും മുട്ടുകുത്താനും പ്രവാചകനോട് അല്പം മണ്ണ് കടം ചോദിക്കുന്ന നയമാനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയിൽ കടന്നു വരുന്ന വലിയ രൂപാന്തരം. ആ കൃപ ഞാനും നിങ്ങളും പ്രാപിക്കണമെങ്കിൽ പൂർണ്ണമായി കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കണം.
3 ചിന്തകൾ ദൈവാത്മാവ് പറഞ്ഞു. ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നയമാന്റെ കുഷ്ഠരോഗം മാറിയില്ല. ആ സ്ഥാനത്ത് ചെന്ന് മുട്ടിത്തിരിഞ്ഞവൻ യഥാർത്ഥമായി മുട്ടേണ്ടത് എവിടെയെന്ന് മനസ്സിലാക്കി പൂർണ്ണമായി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവകൃപ അവൻ പ്രാപിച്ചു. വ്യവസ്ഥ കൂടാതെ കർത്താവിനെ അനുസരിച്ചപ്പോൾ ദൈവശക്തി അവനിലേക്ക് കടന്നു വന്നു. മറുതലിച്ച് പിന്മാറാൻ ശ്രമിച്ച നയമാൻ പൂർണ്ണമായി വിനയപ്പെടുത്തി വ്യവസ്ഥ കൂടാതെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന്റെ പോരായ്മകളും പൊതുജനത്തിന്റെ മുമ്പിൽ താൻ ഒന്നുമില്ലെന്നും താൻ കുഷ്ഠരോഗിയാണെന്നും പൊതുജനത്തിന്റെ മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അവനിലേക്ക് ദൈവകൃപ കടന്നു വരികയാണ്. നയമാനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവിക ബന്ധത്തിലായിരിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ ബുദ്ധിയുടെ ഔന്നത്യങ്ങളോ നമ്മുടെ അഹങ്കാരത്തിന്റെ ചിന്തകളോ നാം വലിയവനാണെന്നുള്ള വലിയ ഭാവങ്ങളോ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മെ സമർപ്പിക്കാൻ നമുക്കിടയായാൽ അതിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ദൈവമേ നിന്റെ ഹിതത്തിനൊത്തവണ്ണം നിന്റെ മകനായി നിന്റെ മകളായി നിൽപ്പാൻ, നിന്റെ സാക്ഷിയായി നിൽപ്പാൻ അവിടുന്ന് ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.